വയറിനെ ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. നല്ലൊരു ശതമാനം ബാധിക്കുന്നത് വയറ്റിലാണ്. ആത്മാക്കൾ ബാധിക്കുന്നത് വയറ്റിലാണ്. നല്ലൊരു ശതമാനം. നൂറുകണക്കിന് വീഡിയോസ് ആണ് കൈവിഷം എന്ന് പറയുന്നത്. ഛർദ്ദിക്കുന്നു എന്ന് പറയുമ്പോൾ കൈവിഷമായിട്ടാണ് നമുക്ക് കൈവിഷം. അപ്പൊ ഇതിങ്ങനെ ഛർദ്ദിക്കുമ്പോൾ പച്ചവെള്ളം ജപിച്ചു കൊടുത്തു, ഛർദ്ദിച്ചു. അപ്പോൾ എനിക്കിത് മനസ്സിലായി ഇങ്ങനെ പറ്റുമെന്ന്. വഴക്കിടുമ്പോൾ മറ്റേ ആൾ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ഓർക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. പ്രശ്നങ്ങൾ പലതാണെങ്കിൽ പരിഹാരം കോമണാണ്. പല സ്ഥലത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്, പക്ഷെ ചെല്ലുന്ന ഒരു സ്ഥലത്താണ് പറയുന്ന പോലെ. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തപോവൻ മെഡിറ്റേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷനാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീധരൻ നമ്പൂതിരിയാണ്. നമസ്തേ തിരുമേനി. ഒരു പഴയ സിനിമാക്കാരനിൽ നിന്നും ഒരു താന്ത്രികാചാര്യനിലേക്ക്, അതിൽ നിന്നും ഒരു സൈക്കോളജിസ്റ്റിലേക്ക്. എനിക്കൊന്നു ഈ താന്ത്രികവും സൈക്കോളജിയും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സബ്ജക്റ്റുകളാണ്. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു റിസർച്ച് ഫൗണ്ടേഷനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. താന്ത്രിക മേഖലയിലുള്ള മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ ശാസ്ത്ര വശം എന്താണ് എന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനുമായിട്ട് അങ്ങ് കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ പുറകെയാണ്. എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ, കാരണം രണ്ടും കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്, ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഇടകലർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്? നമ്മൾ സബ്ജക്റ്റുകളുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നൊരു തെറ്റിദ്ധാരണയാണ്. അത് ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ശരിക്കും ഇത് ഭഗവതി തന്നെയാണ്, ദേവി തന്നെയാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മളൊരു ഉപകരണം മാത്രമാണ്. അപ്പോൾ ഇതിനകത്തിൽ വ്യക്തമായ പ്ലാനിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഒരു ഹയർ ലെവലിലാണ് എന്നാണ് എൻ്റെ അനുഭവം. അറിവുകൾക്ക് ആരാണ് പരിധി നിശ്ചയിക്കുന്നത്? വേലി കെട്ടി അറിവുകളെ തിരിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകളിട്ടു. ആറ്റം ബോംബ് ഇടുക എന്ന് പറയുന്നത് ഒറ്റ പ്രോസസ്സാണ്, ഒറ്റ സംഭവമാണത്. അപ്പോൾ അവിടെ അത് ഏത് ബോംബാണ് ഇട്ടത്, എന്നാണ് ഇട്ടത്, സ്വാതന്ത്ര്യം കിട്ടി 1-2 വർഷം കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ആ വർഷം, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ഹിസ്റ്ററിയായി. അത് ആളുകളിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് പഠിക്കുമ്പോൾ ബയോളജിയായി. അതിൽ ചെയിൻ റിയാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കെമിസ്ട്രിയായി, അത് ഫിസിക്സായി. അപ്പോൾ അതിൽ രാസപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ കെമിസ്ട്രിയായി. ആളുകളുടെ മാനസിക തലങ്ങൾ അതിനുശേഷം ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ട്രോമാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സൈക്കോളജിയായി. ഇത് പഠിക്കാൻ ഉള്ള എളുപ്പത്തിന് നമ്മൾ പല സബ്ജക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളൂ. സത്യത്തിൽ സബ്ജക്റ്റുകളെ, സത്യത്തിൽ ഇതെല്ലാം ഒരു കാര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതൊക്കെയാണ് നമ്മുടെ ശരിക്കുള്ള സംഭവം. ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഈ പൂജ അല്ലെങ്കിൽ താന്ത്രിക വിധി പ്രകാരമുള്ള സാധനങ്ങൾ, ഇതെല്ലാം പഴയ കാലത്തിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ സൈക്കോളജിയോടൊപ്പം തന്നെ സൈക്കോളജി പോലെ മനുഷ്യരിൽ മാറ്റം ഉണ്ടാക്കിയത്? തീർച്ചയായിട്ടും നമ്മൾ ഈ അതിതീവ്രമായ ആഗ്രഹം, സഹജീവികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നുള്ള തീവ്രമായ ആഗ്രഹം വരുമ്പോൾ നമ്മൾ സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ തയ്യാറ്. അവിടെ നമ്മുടെ മുൻവിധികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ കടമ്പിടുത്തങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, തെറ്റിദ്ധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ തുറന്ന് പഠിക്കാനും ഓപ്പണായിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപ്പം മുതലേ ഈ താന്ത്രിക മേഖലയിൽ അച്ഛൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അച്ഛൻ്റെ കൂടെയും ഒക്കെ പോയി ഒക്കെ നമ്മൾ പലരുടെ കൂടെ, നമ്മുടെ ചേട്ടന്മാരുടെ കൂടെ പോയി സഹകരിച്ചൊക്കെ നമ്മൾ സഹായിക്കാൻ പോയി ഒക്കെ നമ്മൾ പഠനത്തോടൊപ്പം നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പൂജ കഴിച്ചിട്ടാണ് നമ്മൾ പഠിച്ചതൊക്കെ. അപ്പോൾ അന്ന് മുതലേ നമുക്കിതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ യാത്രകളുണ്ടായിരുന്നു. അപ്പം കിട്ടിയതെന്തും നമ്മുടെ ആ ഒരു വിജ്ഞാനദാഹം തീർക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതെന്തും പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ സൈക്കോളജിയൊക്കെ പഠിച്ചതും ഒക്കെ. PG സൈക്കോളജി എടുത്തതും ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നതും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ എങ്ങനെ ആളുകളുടെ ലൈഫ് ബെറ്റർ ആക്കാം. ഈ ഒരു ആളുകളുടെ, കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ആളുകൾ സഫർ ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും മെഡിക്കൽ സയൻസിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫിലോസഫിയിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇതെല്ലാം പഠിക്കുമ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥയുണ്ട്. ശരിക്കും എന്താണ് എൻ്റെ പ്രശ്നം
എന്ന്. അതെ. ഇലക്ഷൻ നമ്മൾ സിമ്പിളായിട്ട് പരാജയപ്പെട്ട എന്താ എന്ന് സിമ്പിളായിട്ട് പറയുന്ന തൊട്ട് നമുക്കിത് മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട്. ഇത് കൃത്യമായി നിർവചിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പഠിക്കാൻ തയ്യാറായതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും ആളുകൾക്ക് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും തന്ത്രത്തിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും സൈക്കോളജിയിലും സയൻസിലും ഉണ്ട്. സൈക്കോളജിയിലും സയൻസിലും ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ തന്ത്രത്തിലുണ്ട്. അപ്പം ഇത് തമ്മിൽ കൃത്യമായ രീതിയിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ കണക്റ്റിംഗ് ഡോട്ട്സ് എന്നൊക്കെ പറയുന്നോട്ട് നമുക്ക് ഈ വിട്ടുപോയ കാര്യങ്ങളെ വരികൾക്കിടയിലൂടെ വായിക്കാൻ പറ്റുന്ന ഋഷിമാർ പറഞ്ഞ കാര്യങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവർ വരികൾക്കിടയിലൂടെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് തെളിവ് സഹിതം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല തന്ത്രശാസ്ത്രത്തെ ആധുനിക സയൻസിന് മുന്നിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാനും അതിലൂടെ അങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനും അതിലൂടെ മനുഷ്യരാശിക്ക് ഇതും സയൻസിലേക്ക് കൊണ്ടുവന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് മനുഷ്യരാശിക്ക് ഗുണമുള്ള രീതിയിലാക്കാനുമാണ് നമ്മൾ ഈ റിസർച്ച് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്, റിസർച്ച് ചെയ്യുന്നത്. അപ്പം അത് ഹൈപ്പോത്തസിസ് എടുത്ത് കൃത്യമായ രീതിയിൽ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് തുടങ്ങിയ റിസർച്ചിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മെഡിറ്റേഷൻ സിസ്റ്റം തന്നെ 0.0001 ലെവൽ സിഗ്നിഫിക്കൻ്റ് ആണ്. പ്രീ പോസ്റ്റ് ഇൻ്റർവെൻഷൻ അനോവ ടെസ്റ്റ് ചെയ്തതിൽ 95% റിസൾട്ടാണ് ചെയ്ത ആളുകൾക്ക് എടുത്ത് പറയാം, ചെയ്യാത്തവർക്ക് അതുണ്ടാവില്ല. പക്ഷേ ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരാളെ കണക്കാക്കുന്നത്? അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നാണോ, തീർച്ചയായിട്ടും അയാൾക്ക് നമ്മൾ പ്രശ്നമില്ല സോഷ്യോമെട്രിക് ടെസ്റ്റുകൾ കൊടുക്കും. ഓക്സ്ഫോർഡ് ഹാപ്പിനെസ് ക്വസ്റ്റ്യനർ, പെർസീവ്ഡ് സ്ട്രെസ് സ്കെയിൽ, അതുപോലെ ബിഗ് 5 പേഴ്സണാലിറ്റി ഇൻവെൻട്രി പോലുള്ള സ്കെയിലുണ്ട്. ഹാപ്പിനെസ് അളക്കാനും ആങ്കർ അളക്കാനും അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റിയുടെ ചേഞ്ചസ് അളക്കാനും ഒക്കെ ഇത് നമ്മൾ ഫില്ല് ചെയ്യാൻ കൊടുക്കും ഗൂഗിൾ ഫോം വഴി. അപ്പം നമ്മുടെ സാധന ചെയ്ത ആളുകളുടെ മുൻപ് നമ്മളിത് കൊടുത്തിട്ട് ഇത്ര നാളെ സാധന ചെയ്തതിന് ശേഷം ഇതിന് വീണ്ടും കൊടുക്കും. എന്നിട്ട് ഇത് നമ്മൾ സ്റ്റാറ്റിറ്റിക്കലി അനലൈസ് ചെയ്യും. അനോവയൊക്കെ ടെസ്റ്റും അനോവയൊക്കെ വെച്ചിട്ട് മിക്സഡ് അനോവയൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഹയർ പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കൂടുതൽ എക്സ്പെൻസും സംവിധാനങ്ങളും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന മറ്റു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വരുമാനങ്ങളൊക്കെ നമ്മൾ അതിലേക്കാണ് സൊസൈറ്റിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമുക്ക് കഴിയാനുള്ള പൈസ കുറച്ചെടുത്തുകൊണ്ട് ബാക്കി ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും നാളത്തെ ഈ ടെസ്റ്റിനിടയിൽ ഏതെങ്കിലും പാറ്റേണുകൾ മനസ്സിലേക്ക് ഒരുപാട് കാരണം പല ആളുകളുടെയും പ്രശ്നങ്ങൾ ഒന്ന് തന്നെ, പല ആളുകളുടെയും പ്രശ്നങ്ങൾ ഈ രീതിയിലായിരിക്കാം. അങ്ങനെയുള്ള പാറ്റേണുകൾ അനലൈസ് ചെയ്തിട്ടുണ്ടോ? അതൊന്ന് പറയാമോ? ഏത് പാറ്റേണുകൾ ആളുകളുടെ പ്രശ്നങ്ങൾ കോമൺ ആണെങ്കിലും പ്രശ്നങ്ങൾ പലതാണെങ്കിലും പരിഹാരം കോമൺ ആണ്. ഒരു സ്ഥലത്തേക്കാണ് ഇതെല്ലാം ചെല്ലുന്നത്, ഒരു സിംഗുലാരിറ്റിയിലേക്ക്. പല സ്ഥലത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്, പക്ഷെ ചെല്ലുന്ന ഒരു സ്ഥലത്താണ് പറയുന്ന പോലെ. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം എക്സാമ്പിൾ ഇത് എങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ വയറ്റിൽ ഗട്ട് മൈക്രോബയോംസ് ഉണ്ട്. 40 ട്രില്യൺ ബാക്ടീരിയാസ് വയറ്റിൽ മാത്രമുണ്ട് കുടലിൽ. ഈ ബാക്ടീരിയാസാണ് വാഗസ് നെർവ് വഴി ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സപ്ലൈ ചെയ്യും. ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് നമ്മുടെ മൂഡിനെ കൺട്രോൾ ചെയ്യും. സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, ഡോപ്പാമിൻ ഇങ്ങനെയുള്ള കെമിക്കൽസ് പോസിറ്റീവായിട്ടുള്ള മൂഡിനെ കൺട്രോൾ ചെയ്യും, നൽകും. അഡ്രിനാലിൻ, കോർട്ടിസോളും നോർ അഡ്രിനാലിനൊക്കെ നെഗറ്റീവായിട്ടുള്ള ബ്രെയിൻ കെമിക്കൽസിനെ കൊണ്ടുവരും. അപ്പോൾ ഈ മൈക്രോബയോംസ് നശിക്കുമ്പോഴാണ് ഒരു പ്രത്യേകതരം രാസവസ്തുണ്ട് അത് പ്രോപ്പറായി വർക്ക് ചെയ്യാതെ വരണം, കിട്ടാതെ വരണം. അപ്പോൾ ഈ പ്രശ്നങ്ങളാണ്. ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ശാന്തതയുടെയും സന്തോഷത്തിൻ്റെയും ഹോർമോണുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇതിനെ സപ്ലൈ ചെയ്യുന്ന വയറ്റിൽ 90% സപ്ലൈ ചെയ്യുന്ന വയറ്റിലെ ബാക്ടീരിയാസാണ്. വയറ്റിൽ നമ്മൾ ബാധിക്കുന്ന പ്രശ്നം വയറിനെ ഗട്ടിനെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഗട്ടിനെ ബാധിക്കുന്ന ഈ ഇഷ്യൂ ആണ് ബ്രെയിനിനെ ബാധിക്കുന്നത്. അതാ പ്രോബയോട്ടിക് ഫുഡ് എടുക്കാൻ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഈ വയറ്റിൽ നമ്മൾ ഈ
പൊസഷൻ എന്ന് പറയുന്നത് മരിച്ചുപോയ ആത്മാക്കളുടെ പൊസഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവങ്ങൾ നല്ലൊരു ശതമാനം ബാധിക്കുന്നത് വയറ്റിലാണ്. ആത്മാക്കൾ ബാധിക്കുന്നത് വയറ്റിലാണ്. നല്ലൊരു ശതമാനം. അവർ കയറുന്നത് ഇതുവഴി കയറാം. ഓരോ കയറുന്ന കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് വയറ്റിലാണ് ബാക്ടീരിയ ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ബാക്ടീരിയാസ് നശിച്ചു പോകുമ്പോൾ, അല്ല പോസിറ്റീവായിട്ടുള്ള ബാക്ടീരിയാസ് നശിച്ചു പോകുമ്പോൾ മൂഡ് മാറും. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി കൊണ്ടാണ് ഈ ബാക്ടീരിയാസ് നശിച്ചു പോകുന്നത്. അപ്പം നമ്മളിത് ജപിച്ച വെള്ളം, പച്ചവെള്ളം ജപിച്ച് കൊടുക്കുമ്പോൾ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് പച്ചവെള്ളം ജപിച്ച് കൊടുക്കുമ്പോൾ അവരുടെ വയറ്റിൽ അവർ ഛർദ്ദിക്കും. ഛർദ്ദിച്ച് പോകുമ്പോൾ നൂറുകണക്കിന് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. നൂറുകണക്കിന് വീഡിയോസ്. കൈവിഷം എന്ന് പറയുന്നത്. കൈവിഷം പറയുമ്പോൾ കൈവിഷമായിട്ടാണ് നമുക്ക് കൈവിഷം. അപ്പോൾ ഇതിങ്ങനെ ഛർദ്ദിക്കുമ്പോൾ ഇത് പോവും. ഇത് എവിഡൻസ് ആണ് കേട്ടോ. ഇതെല്ലാം എവിഡൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. എവിഡൻസ് ഇല്ലാതെ ഒന്നും ഞാൻ പറയില്ല കഴിവത്. അപ്പം ആ ദേവിയുടെ ശക്തി കൊണ്ട് ഇത് പോവും. പണ്ട് എനിക്ക് ഈ സ്കില്ലില്ലായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, തിരുവിഴയിലൊക്കെ ക്ഷേത്രത്തിലൊക്കെ മരുന്ന് കൊടുത്തിട്ടാണ് ഛർദ്ദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മരുന്ന് ശംഖുപുഷ്പത്തിൻ്റെ വേര് കിട്ടൂ അങ്ങനെയൊക്കെ തപ്പി ഒക്കെ പോയൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ആളുകൾക്ക് എങ്ങനെ റിസൾട്ട് കൊടുക്കാൻ നമ്മളെ ആലോചിക്കുന്നത്. അപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ അത് അപകടമാണെന്ന് മനസ്സിലായി. കാരണം ഇത് കൊടുത്തിട്ട് വല്ല അസുഖമുള്ളവർ തട്ടിപ്പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കുകയല്ലേ. അപ്പം എന്തെങ്കിലും നമ്മൾ ഇത് എന്തെങ്കിലും ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ വല്ല മരിച്ചു പോവുമല്ലോ ചെയ്താൽ നമ്മളകത്ത് പോകും. ഒന്നാമത് ഇവരൊക്കെ തട്ടിപ്പുകാരാന്നായിരിക്കും പറയുന്നത്. ഇതിൻ്റെ താഴെയും വന്ന് കമൻറ്റ് ചെയ്യും ഇത് തട്ടിപ്പുകാരാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാകത്തില്ലേ. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ദേവി വന്നതിന് ശേഷം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. പച്ചവെള്ളം ജപിച്ചു കൊടുത്തു, ഛർദ്ദിച്ചു. അപ്പോൾ എനിക്കിത് മനസ്സിലായി ഇങ്ങനെ പറ്റുമെന്നുള്ളത്. അപ്പം അതിൽ പിന്നെ ഇത് സ്ഥിരം കൊടുക്കുമ്പോൾ ഇതിങ്ങനെ വയറ് ഇവരുടെ ക്ലീൻ ആകുമ്പോൾ ഇവരുടെ ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹാപ്പി ആവും. ഹൈ ഡിപ്രഷൻ. എക്സാമ്പിൾ ഒരു ഇത് പറയാം. ഒരാൾക്ക് OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആയിട്ട് ഒരാൾ വന്നു. അദ്ദേഹം ദൂരെയാണ്. അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്ത് അദ്ദേഹത്തിന് ആന ഉണ്ട് ഇവിടെ. ഈ ആനയെ വേറെ ആളാണ് നോക്കുന്നത്. ഈ ആന മരിച്ചു പോകുമെന്ന് ഇയാൾക്ക് പേടിയാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആയിട്ട് മാറിയത്. ഒബ്സഷൻ കമ്പൽസൺ ആയിട്ട് ഡിസോർഡറായി. 24 hours ഇയാൾക്ക് ഇതാണ് പ്രശ്നം. ആന മരിച്ചു പോകും, മക്കൾ മരിച്ചു പോകുന്ന പേടിയില്ല, സ്വന്തം ആന മരിച്ചു പോകുന്നുള്ള ഭയം. അപ്പോൾ പുള്ളി ഇവിടെ കയറി വന്നു. പുള്ളിയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും പുള്ളി ആദ്യം തന്നെ പറഞ്ഞത് ആനയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പോവാം. ഞാൻ പറഞ്ഞില്ല, ആന എന്ന് പറയത്തില്ല. ആന എന്നെ കൗൺസിലിങ്ങിനൊക്കെ പോയി ആൾക്കാർ കളിയാക്കുക. ആന മരിച്ചു പോകുന്ന പേടിക്കാൻ തോന്നുക, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, പറയത്തില്ല. ഞാനിതുപോലെ വേലയ്ക്കൊന്ന് ദേവിയുടെ അടുത്ത് കൊണ്ടുവന്നു. ദേവിയോട് പറയും, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദേവിയോട് പറയും, നമ്മളല്ല ഇതൊന്നും മാറ്റും. എന്നിട്ട് ജപിച്ച വെള്ളം കൊടുത്തു, ഛർദ്ദിച്ച് താഴെ വന്നിരുന്നു. ആനയുടെ കാര്യങ്ങൾ സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ? എന്തിനാ? ആന എത്തുപോയാൽ വേറെ വാങ്ങിക്കും. കുറേ നാളായിട്ട് പുള്ളി അവിടുന്ന് ലീവ് എടുത്ത് ഇവിടെ വന്നതുപോലെ ഈ പ്രശ്നം പരിഹരിക്കാനാണ്. അല്ല, അതെങ്ങനെയാണ്? കുറച്ച് നിമിഷം അതാണ് പറഞ്ഞത്. അതാണ് ഇന്നത്തെ, അതായത് നമ്മുടെ ഈ എനർജിയാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ചിന്തകളല്ല. നമ്മൾ ചിന്തകൾ മാറ്റാൻ കിടന്ന് പാടുപെടുക. ബി പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് നമ്മൾ പറഞ്ഞ ഉടനെ അവർ അത് കഴിയുമ്പോൾ നെഗറ്റീവ് പറയും. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടാം. അത് ശരിയാ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു ഗുണമല്ലേ, അതല്ലേ കാണണ്ടേ, അത് ചെയ്യേ. നമ്മൾ കൗൺസിൽ ചെയ്യുക, അങ്ങനെ അതല്ലേ കാണണ്ടേ, അതൊന്ന് കണ്ടു നോക്കി. കൗൺസിലിംഗ് ഈസ് നോട്ട് ആൻ അഡ്വൈസ് എന്ന് പറയും. നമ്മൾ അഡ്വൈസ് ചെയ്യല്ല, നമ്മളൊരു ബോക്സിൻ്റെ എല്ലാ സൈഡിലും കൊണ്ടുവന്ന് അവരെ കാണിക്കും. എന്നിട്ട് ഉപേക്ഷിക്കുക, അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നമ്മൾ ഉപദേശിക്കുക, നമ്മളാരാ. അപ്പം നമ്മളിതെല്ലാം പറയും. അപ്പോൾ പറയും, അപ്പോഴൊക്കെ ഇവർ എൻ്റെ നെഗറ്റീവ് സൈഡാണ് കാണും. അത് ആ ഫ്രീക്വൻസി ഡൗൺ ആയിട്ട് നെഗറ്റീവ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ടാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അനുസരിച്ചിട്ടാണ് മെമ്മറിൻ്റെ ഡേറ്റ എടുക്കുന്നത്. വഴക്കിടുമ്പോൾ മറ്റേ ആൾ ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ഓർക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അഡ്രിനാലിൻ കോർട്ടിസോൾ കിടക്കുന്നതുകൊണ്ടാണ് ആ ഡേറ്റ മാത്രം എടുക്കുക. അവരെ കാണുമ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അങ്ങ് എന്നോട് ചെയ്ത നെഗറ്റീവ് മാത്രമേ എനിക്ക് ഓർമ്മ വരുള്ളൂ. പോസിറ്റീവ് എന്തെല്ലാം ചെയ്ത് കാണും. നമ്മൾ കൂട്ടുകാരെ ഒന്നിച്ച് കഴിയുക, ഓർക്കത്തില്ല. ഭാര്യ ഭർത്താവ് ഓർക്കത്തില്ല. ഭാര്യ ഭർത്താവ് ഇത്രയും വർഷം ചോദിച്ചാൽ ഒരു പോസിറ്റീവ് ഇല്ലയോ? ആ ഡേറ്റ എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പരീക്ഷ ഹാളിലോട്ട് കയറുന്നു, നല്ലവണ്ണം ചായ കുടിച്ച് എൻജോയ് ചെയ്ത് പഠിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ചെന്നിരിക്കുക.
കോൺഫിഡൻ്റ് ആണ്. ചെന്നപ്പോൾ 5 ചോദ്യം ആദ്യത്തെ മെയിൻ മാർക്കിൻ്റെ അറിയത്തില്ല. ഭയം വരും. ഭയം വന്ന് അഡ്രിനാലിൻ വന്നു. പിന്നെ ആ ഡേറ്റ എടുക്കാൻ പറ്റത്തില്ല. 6ാമത്തെ നല്ലോണം പഠിച്ചാൽ പക്ഷേ സ്റ്റക്കായി. അവസാനം നോക്കുമ്പോൾ ഒന്നും അറിയത്തില്ല, കുന്തം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ഏതെങ്കിലാണ് ക്വസ്റ്റ്യൻ ഇട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാം ഓർമ്മയുണ്ട്. ഇത് അന്നേരം എന്താ സംഭവിക്കുന്നത് എനിക്ക് ഒന്നുമില്ല. ചായ കുടിച്ചപ്പോൾ വീണ്ടും അതേ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ കിട്ടി. അതുകൊണ്ടാണ് ചൂയിങ്കം ചവച്ചുകൊണ്ട് പഠിച്ചിട്ട് ചൂയിങ്കം ചവച്ചുകൊണ്ട് പോയി എഴുതിയാൽ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റുന്നൊക്കെ അനുഭവമുള്ള കുട്ടികൾ പറയുന്നത്. അങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. ചൂയിങ്കം ചവച്ച് പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോയി അതേ ബ്രെയിൻ കെമിക്കൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലേ? നമ്മളിതൊക്കെ നിസ്സാരമാണെന്നുള്ള രീതിയല്ല ചൂയിങ്കം ചവയ്ക്കുന്ന അപ്പോഴല്ലേ. നമുക്ക് സ്ട്രെസ് ഉള്ളപ്പോൾ ചൂയിങ്കം തിന്നോണ്ടിരിക്കും. ഇല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യുമ്പോഴല്ലേ. അത് ബ്രെയിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഞാനിപ്പോൾ വളരെ ശാന്തനാണ്. അതൊരു ഓട്ടോ സെഷൻ പോലെ വർക്ക് ചെയ്യാണ്. തന്നെയല്ല, ഈ ബ്രെയിൻ ഇത് ചവച്ചോണ്ട് ആ മെയിൻ ഗെയിം ഇത് തന്നെ ഉപാസനയിൽ സംഭവിക്കുന്നത്. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് പരീക്ഷാളി മുഴുവൻ അപ്പൊ ഇത് തന്നെ ഇത് വെച്ചിട്ട് നമ്മളൊരു പഠന രീതിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആർക്കിടൈപ്പ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സാധനം. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസ് കാണാതെ പഠിക്കാൻ 5 മിനിറ്റ് കൊണ്ട് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് ആ ദേവിയായിട്ട് തന്നിട്ടുള്ള ഒരു തോന്നല. അതിൽ നിന്ന് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എളുപ്പം പഠിക്കാൻ പറ്റുന്നൊരു പഠന രീതി. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ ഇതിന് വേറെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇതും കൂടെ ഇപ്പം എക്സാമ്പിൾ പരീക്ഷ കാലിൽ കയറി നല്ല സാറുമാർ പറയും അറിയാവുന്ന ആദ്യം എഴുതണം. അപ്പോൾ ഈ കെമിക്കൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. കെമിക്കൽ കോമ്പിനേഷൻ ഇപ്പം ആദ്യം 6 6ാമത്തെ അറിയത്തുള്ളൂ. മറ്റേ അറിയാൻ വേദത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. 6 എഴുതി. അപ്പോൾ ആ ചെറിയൊരു പേടി വന്നുകൊണ്ട് പകുതി അറിയത്തുള്ളൂ. ആ പകുതിക്കുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി പകുതി എഴുതി 6 ഇട്ടിട്ട് പിന്നെ ഓർക്കുമ്പോൾ എഴുതാം. പിന്നെ 8, 9, 10 ഒന്നും അറിയത്തില്ല. 11ാമത്തെ അറിയാം, അത് 11 ഇട്ട് എഴുതി. 14ാമത്തെ എഴുതി. 23ാമത്തെ എഴുതി. 26ാമത്തെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 2ാമത്തെ ഓർമ്മ വരും. അതല്ലേ എൻ്റെ ആൻസർ. അങ്ങനെ നമ്മൾ മാറിയും തിരിഞ്ഞും കയറി ഇറങ്ങി നമ്മൾ എഴുതും. മിക്കവാറും ഇങ്ങനെ സംഭവിക്കുന്ന ആ കെമിക്കൽ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ 20 മാർക്കിൻ്റെ ഒരു എസ്സേ അറിയാവുന്ന വരുമ്പോഴായിരിക്കും നമ്മൾ സന്തോഷമായി അത് എഴുതി വെച്ച് കഴിയുമ്പോൾ കോൺഫിഡൻസാണ്. പിന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചവരെ കേട്ട് നമ്മൾ എഴുതും. നമ്മൾ ഓർമ്മ വരും, തന്നെ വരും, പൊങ്ങി വരും. ശാന്തമായിരിക്കും. ഇപ്പം നമ്മുടെ ഒരു പേര് ഒരാളുടെ എത്ര അല്ലോ ഓർക്കുന്നില്ല അല്ലേ, ഒരു സംഭവം എത്ര ആലോചിക്കുന്നവരും അടിയിലോട്ട് പോകും. അതേസമയം നമ്മൾ ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വരത്തില്ലേ. ഇതെന്തുകൊണ്ടാണ്? അപ്പോഴാണ് ആ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ ശാന്തമായിട്ട് ഇത് പഠിച്ച സമയത്തുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇങ്ങനൊക്കെ ബ്രെയിൻ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. പക്ഷെ ഇതും താന്ത്രികവും തമ്മിൽ എങ്ങനെ ബന്ധം? ദേവത നമ്മളിപ്പോൾ ചൂയിങ്ങും ചവയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ, 5 സെൻസിൽ കൂടെ നമ്മൾ ദേവത പ്രോഗ്രാം ചെയ്തെടുത്താൽ ആ ഡോപ്പമിൻ സെറോട്ടോൺ ഉണ്ടാക്കുന്ന ഒരു ദേവതയായിരുന്നു നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കുന്നെങ്കിൽ, അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയൊക്കെ അഡ്രിനാലിൻ റസ്സാണ് യുദ്ധം ചെയ്യാൻ. അപ്പം ഈ ഒരു ദേവതയെ നമ്മൾ ട്യൂൺ ചെയ്തിട്ട് ഈ ദേവതകൾക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. യഥാർത്ഥത്തിൽ ദേവത ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഡെഫിനറ്റ്ലി ബ്രെയിൻ പ്രോഗ്രാമിംഗ് ആണ് ദേവത. പണ്ടുള്ള ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ബ്രെയിൻ പ്രോഗ്രാം ട്യൂണിംഗ് ആണ് ദേവത. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ChatGPT പോലെ ഒരു തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇതൊക്കെ ആദ്യം പ്രപഞ്ചം ഉള്ള കാലം മുതലേ ഉള്ളതാ. അലക്സാണ്ടർ അഥീന എന്ന് പറഞ്ഞ ദേവതയെ ആരാധിച്ചിരുന്നു. ഒരു ഓൾ മൂങ്ങയും ഒരു പാമ്പും കുന്തമായിട്ട് നിൽക്കുന്ന അധീന ദേവതയെ എല്ലാത്തിനും പോകുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത് ചെയ്തിട്ടേ പോകുന്നത്, യുദ്ധത്തിനൊക്കെ പോകുന്നത്. ലോകം കീഴടക്കിയ വ്യക്തിയാണ്. ആ ദേവതയുടെ സപ്പോർട്ട് കൊണ്ടാണ് കീഴടക്കിയേ. അപ്പം ഇത് ഭദ്രകാളിയുടെ വേറൊരു. അപ്പം ഈ നോക്കി ഗരുഡനും നാഗങ്ങളും ഇവിടെ ഉണ്ട്, പക്ഷിയും പാമ്പും. ഈജിപ്തിലെ പിരമിഡിലെ ലാംഗ്വേജ് ഞാൻ നോക്കിയപ്പം ഞെട്ടിപ്പോയി. എല്ലാം പാമ്പും പക്ഷികളുമാണ്. ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കണം. അപ്പോൾ ആ ഈജിപ്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ആ സിദ്ധികളൊക്കെ അവർക്ക് കിട്ടിയത് ഈ പാമ്പും പക്ഷിയുടെയുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇവിടെ ഗരുഡനും നാഗങ്ങളും കുണ്ടലിനി ശക്തിയാണ്, സഹസ്രാരത്തിൽ വരുന്നതാണ്. പക്ഷി മോക്ഷം, ഫ്രീഡം. പാമ്പ് മൂലാധാരത്തിൽ ഭൂമിതത്വം, തല മുതൽ പാദം വരെ ഭൂമി മുട്ടിയെടുക്കുന്ന സഞ്ചരിക്കുന്ന സർപ്പങ്ങൾ. ഒരു കുട്ടി ആദ്യം പാമ്പിൻ്റെ കൂട്ടാണ്, ഇഴയാണ്. പിന്നെ അവിടുന്ന് 4 കാലുള്ള ജീവികളുടെ കുണ്ടലിൽ ഇവിടം വരെ മണിപൂരം വരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കും. അതിന് കുരങ്ങനൊക്കെ ഇവിടം വരെ ഇങ്ങനെ നിൽക്കും, വിശുദ്ധി വരെ. പിന്നെ മനുഷ്യ ആകാശതത്വമായിട്ട് ബന്ധം വരുമ്പോൾ ഓടാനും ചാടാനും പറ്റും. പക്ഷികൾ ആകാശത്ത് ജീവിച്ച് മരിക്കുന്നു, താഴോട്ട് വരുന്നില്ല. അവർ ആകാശതത്വമാണ്. അത് കുണ്ടലിനി മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം പറ്റുന്ന മനുഷ്യനാണ്. അപ്പം ശരിക്കും തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സംഭവമല്ല. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എഫക്റ്റീവായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം മെക്കാനിക്സ് ആണ് തന്ത്രശാസ്ത്രത്തിൽ നടക്കുന്നത്. ഉം. ക്വാണ്ടം എൻട്രോപ്പി, നെഗൻട്രോപ്പി എന്നൊക്കെ പറയും. അതെങ്ങനെയാണ്? അത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാമോ?